ഇതന്നെ രണ്ട് പത്തല് എൻ്റെ രണ്ട് കാലും ഇത് വീണൊടിഞ്ഞു. അതെയോ? അപ്പോഴത്തേനും അതും മരച്ചിരിക്കുക. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ, നടക്കാൻ ബുദ്ധിമുട്ട്. എത്ര വയസ്സുണ്ട് ഇപ്പം? എനിക്ക് 66 വയസ്സായി. അത്രേ ഉള്ളല്ലേ? ആ, എനിക്കിപ്പോൾ വീണത് വല്ലതാണോ? ഒന്ന് വീണത്. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാതൊക്കെ നടന്ന് അങ്ങോട്ടേ ഇപ്പം എന്നെല്ലാം തരണം വന്നിട്ട്. ഷുഗറോ പ്രഷറൊക്കെ ഉണ്ടോ? ഷുഗറിന് സാരമില്ലേ, ശകലമൊക്കെ ഉള്ളു. മരുന്ന് കഴിക്കുന്നുമുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോളേജിൽ പോയി ഒരുപാട് കാശ് കളഞ്ഞു. ജിസ്മോള് മരിച്ച പിന്നെ അമ്മ വളരെ വിഷമത്തിലാണെന്ന് അറിഞ്ഞല്ലോ. എല്ലാ മനുഷ്യരോടും എല്ലാ സ്നേഹമായിരുന്നു അവൾക്ക്. അവൾ പോകാനുള്ള സ്നേഹവും പരിപാടിയായിരുന്നെന്ന് തോന്നുന്നത്. അവൾക്ക് കിട്ടിയ കുരിശ് ചെലുത്താനായിരുന്നല്ലോ. അവൻ മാത്രമുള്ള ആണായിട്ട് അവിടെ തൻ്റെ നിലയൊക്കെ ഉണ്ടോ അവന്? ഈ പുത്തനക്കാരെന്ന് പറഞ്ഞവർ പാവം പിള്ളേർ, അതുങ്ങളെല്ലാം പുറത്താണ്. രണ്ടെണ്ണം ഇവിടെയുള്ളൂ. വീട്ടുകാരെല്ലാം നല്ല ആൾക്കാരല്ലേ? പിന്നെ അല്ലേ, ശരിക്കും ചെറുത്താൻകൂട്ടിലേ ചെയ്യുന്നു പെട്ടല്ലേ അമ്മ? അയ്യോ പിന്നെ അവൻ ചെയ്താനല്ലേലും അവിടെ അമ്മ ഞാൻ അറിഞ്ഞത് എന്നാന്ന് ആ കരയിൽ മൊത്തം കൊല്ലും കൊലയും നടപാടുന്ന ഏരിയയിലേക്കാണ് ജിസ്മോളെ കെട്ടിച്ചതെന്ന് കേൾക്കുന്നു. ഒത്തിരി ആൾക്കാർ ആ ഏരിയയിൽ ആത്മഹത്യ ചെയ്യും, അതുപോലെ തന്നെ കെട്ടിത്തൂങ്ങിച്ചാവും, അതുപോലെ തന്നെ വണ്ടി മറിഞ്ഞ് ഈ പാലത്തേന്ന് ലോറി മറിഞ്ഞ് ചാവും ഒക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തം കഷ്ടകാലങ്ങൾ നിഴലാടുന്ന സ്ഥലം, മൊത്തം മരണങ്ങൾ മാത്രമുള്ള ഏരിയയിൽ ഒരു 10-20 കൊല്ലം മുമ്പ് ഒത്തിരി കൊലപാതകങ്ങൾ ആ ഏരിയ നടന്നിട്ടുണ്ട്. എല്ലാം തേഞ്ഞു മാഞ്ഞ് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ആ ഏരിയനെ കുറിച്ച്. ഇവരൊക്കെ പോയി ചെയ്തെന്ന് വെച്ചാൽ ഇവരെ ഇതിന് മുൻപ് അങ്ങനെയൊക്കെ കാണിക്കാൻ കൂടിയിട്ടല്ല. അവൻ ഇത്ര അർപ്പത ഏരിയല്ല അല്ലേ? അതന്നെ അമ്മ ഇങ്ങനെ പറയുന്നേ. അവൻ ഇത്രയും പിഞ്ചു കൊച്ചുങ്ങളെയും തള്ളേനെയല്ലേ അവൻ കൊന്നത്. അവൻ അറപ്പ് തീർന്നു പോയി. ഇതിന് മുൻപ് പരിപാടി അവനെല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവന് ഒന്നിനെയല്ലേ വെച്ചേക്കല്ലേ. ബസ് ഒരു കാരണമല്ലേ അതിന്? ആ, ബസ് കേസ് നടത്തിയത് ഈ പെണ്ണാമറ്റ. ഇപ്പം തെറ്റ് ചെയ്തതിനും കെട്ടിയവനാണേലും കെട്ടിയവൻ ശിക്ഷ മേടിക്കണം. ഈ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ബസ്സിൻ്റെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജിസ്മോൾ ഒരു കേസ് നടത്തിയിട്ടുണ്ടല്ലേ? ആ, ഇവൻ്റെ കേസ് ഈ പെണ്ണാണ് നടത്തിയത്. അപ്പോൾ അത് തോറ്റുപോയി. അപ്പോൾ അതിൽ ഇവന് വൈരാഗ്യമുണ്ട്. മനസ്സിലായോ? അവന് അതിലും വൈരാഗ്യമുണ്ട്. പിന്നെ തന്നെയല്ല ഇവന് പുറത്ത് തന്നെയല്ലെങ്കിൽ തോറ്റു പോകുക തന്നെയല്ലേ അമ്മ ചെയ്യണ്ടേ? അതെ, അതുകൊണ്ട് തെറ്റുണ്ട്. അതുകൊണ്ടല്ലേ കേസ് വാദിച്ചപ്പോൾ തോറ്റുപോയത്. അതിനിവിടെ ജിസ്മോളെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, അവൻ കുറ്റം ചെയ്തിട്ടല്ല കേസ് തോറ്റുപോയത്. അത് തന്നെ. പക്ഷെ അവനത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. ഇല്ല, അവൻ പിടിക്കുന്ന ആളൂര് പിടിക്കുന്ന പോലെ തന്നെ പിടിക്കുന്ന കേസെല്ലാം ജിസ്മോക്കയുടെ ഭാഗം നേടന്ന് വെച്ചാൽ നടക്കുവോ? അവൻ ആരെങ്കിലുമൊക്കെ കമ്പനിക്കാർ കാണുന്നേ. യാഥാർത്ഥ്യം അതാ. ഒരു കൊച്ചിനെ പോലും വെച്ചേക്കാതെ അവൻ കൊന്നതിൻ്റെ കാലം. ഈ പിള്ളേരിവിടെ ഇല്ലല്ലോ. തൻ്റെ ഇവിടെ ഇല്ല, തള്ള മരിച്ചുപോയി. എല്ലാത്തിങ്ങളും പുറത്തല്ലേ. അങ്ങനെ അവൾ കുടുംബം രക്ഷിക്കാൻ വീട്ടിൽ പറഞ്ഞാൽ ഇതൊരു അലമ്പാകല്ലേ. അത് ഒറ്റായിരിക്കും. അവൾ എപ്പോഴും പ്രാർത്ഥനയായിരുന്നെന്ന് പറഞ്ഞു ഇവനെ ചൊവ്വാക്കാൻ. അതല്ലേ? ഇപ്പോൾ പ്രാർത്ഥിച്ച് ചൊവ്വായില്ലേ. ജിസ്മോൾ പ്രാർത്ഥനയായിരുന്നു, പള്ളിയിൽ പോയല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞു ഇന്നും പള്ളിയിൽ പോകുന്നു, വൈകിട്ട് പോയി തിരി കത്തിക്കുന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോയി. ആ തിരി കത്തിക്കുന്ന പള്ളിക്കാർ ജിസ്മോൾ ആ സ്കൂട്ടർ ഓടിച്ച് പോയപ്പം ആ പോയത് ജിസ്മോളാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് ഇവരുടെ ക്യാമറ പ്രവർത്തിച്ചില്ല. ആ സമയത്ത് ക്യാമറയുടെ കണ്ണടഞ്ഞു പോയോ അമ്മ? അതൊന്നും അല്ലെന്ന് ഇവൻ്റെ ആയിക്കരായ കൊന്നേറ്റ് കൊണ്ട് കിട്ടും. പിന്നെ ഇങ്ങനെ സ്കൂട്ടർ കാണുന്നതല്ലേ? സ്കൂട്ടർ ആരെങ്കിലും കൊണ്ട് വെച്ചതായിരിക്കും അല്ലേ? അവൻ കൊണ്ട് വെച്ചതായിരിക്കും. അവനിതെല്ലാം ചെയ്യാമെങ്കിൽ പിന്നെ ഇതുകൂടെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ 3 ദിവസം നോക്കി, സ്കൂട്ടർ കാണുന്നില്ല. അപ്പം വല്ല ലോറിയിലും കയറ്റിയിട്ട് ഇറക്കി കൊണ്ട് വെച്ചാണോ? അവൻ്റെ സംവിധാനം എന്നാ ചെയ്യാൻ വരാത്തവന്. അവൻ കോടികൾ തമ്മാനാടുന്നല്ലേ. അവന് സിംഗടി ആരെങ്കിലും കാണും കളിക്കുമല്ലേ? പിന്നെ അല്ലാതെയോ പല പളയും പലരും അവന് കമ്പനിക്കാരും കാണും. എന്താണേലും അവന് തക്കതായ ശിക്ഷ കിട്ടണം അല്ലേ അമ്മേ? തക്കതായ ശിക്ഷ കിട്ടണം. അവന് ഒരു പാവപ്പെട്ടാണ് പോലീസുകാർ ഇപ്പോൾ കൊണ്ടുപോയി ഇടിക്കലായിരുന്നു ഇല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇതന്നെ അമ്മ ഇത് കൊയിലെന്ന് പറയും. ഇത് കൊയിനാണോ? അത് ഊരുണ്ട അവിടെ ഇരുന്നോട്ടെ. കണ്ണിക്കട വെള്ളം എടുക്കാണേ. അതല്ലേ? ഇത് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം ഉണ്ടോ? കണ്ണിക്കട ആരെങ്കിലും വൈദ്യന്മാർ തന്നാണോ അത്? ഇത് പറഞ്ഞില്ലേ, സൗത്ത് കൊറിയയിലെ ഒരു കമ്പനിയാണ്. പുള്ളി പാലായി വന്ന് നടത്തുന്നുണ്ട്. എൻ്റെ കാല് വീണൊടിഞ്ഞിട്ട് അപ്പം ഞാൻ പോകാത്ത. ഇതിന്റെ വെള്ളത്തിലാണോ അമ്മച്ചി നടക്കുന്നത്? ഇപ്പൊ കണ്ണിക്കൂടെ വെള്ളം എടുക്കുക. കണ്ണിന് ആശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്, വേദന കുറവുണ്ട്. ഇപ്പം എനിക്ക് പോകണേ തന്നെ രണ്ട് സംഭവത്തിന് മുടക്കുണ്ടോ? ഇത് അവർ ചെല്ലുമ്പോൾ ആളെ 10 പേരെ കുട്ടിക്കേണ്ടി ചെല്ലുവാണെങ്കിൽ ഒരെണ്ണം തരും, ഫ്രീ ആയിട്ട് തരും.
ഇത് പൈസ കൊടുക്കണ്ട. പിന്നെ 40 കോയിൽ വെച്ചമ്മേ ഒരു കട്ടിൽ പോലെ ഒരു സാധനം, അതിന് 65,000 രൂപയാ. എനിക്ക് മേടിക്കാൻ കഴിവുണ്ടോ? 65,000 രൂപ. അതിന് വില. ഇത് ചൂടാണേ, കറണ്ട് കുത്തിയിട്ടാൽ മതി. പറഞ്ഞാൽ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാമെന്ന് എന്നോട് പറയും. നല്ല ചൂടാണ്. ഈ കട്ടില് കിടക്കുമ്പോൾ വെക്കുവാണോ? കറണ്ട് കുത്തി. 65,000 മുടക്കമുണ്ടെങ്കിൽ അത്ര വിലയുണ്ട്. കട്ടിലോട് കൂടി പൊക്കിക്കൊണ്ട് പോകില്ല അമ്മേ. ഭയങ്കര സാധനമാണ്. സൗത്ത് കൊറിയാന്ന് കൊണ്ടുവരുന്ന കേട്ടോ. അതിന്റെ വലിയ മെഷീന് 3 ലക്ഷം രൂപയാ. തട്ടിപ്പാണോ അമ്മ ഇതൊക്കെ? അല്ല അല്ലല്ലേ. പുള്ളി ഒരു മെഷീന് മേടിക്കാൻ ഞാൻ ഭാര്യയ്ക്ക്. എത്ര നാളായി ഇത്? ഇത് 20 ദിവസമായി, 3-4 മാസമായി. മാറ്റമുണ്ട്. എൻ്റെ കണ്ണിന് വെച്ച് വെള്ളം എടുക്കാൻ വെച്ചേ. അതല്ലേ, അത് മാറ്റമുണ്ട്. ചൂടിന്റെ ആണോ അമ്മ? ഇപ്പം വേനൽക്കാലം അല്ലേ? വേനൽക്കാലമാ. എന്നാലും ഞരമ്പ് കെട്ടാവുന്നേ. രക്തോട്ടമില്ല. നടക്കണം കേട്ടോ. ഇങ്ങനെ വടി കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നടക്കണം. അപ്പം ജിസ്മോക്കയുടെ വാർത്തകളുമായിട്ട് ഈ വഴി ഇനിയും കാണും. വരുമ്പോ കാണാൻ പറ്റുമോ? ഇനി മിണ്ടുവോ ഞങ്ങളോട്? അതെയോ? അപ്പൊ ഇനി അമ്മേനെ കാണാനായിട്ട് ഇവിടെ വരുമ്പോ അമ്മേന്ന് പേരെന്നാ? എന്റെ പേര് അമ്മണി. അപ്പൊ അമ്മണി അമ്മേന്ന് വിളിക്കട്ടെ, ഇറങ്ങി വരുമോ താഴേക്ക്? അതെല്ലേ. അപ്പൊ ഇനി വരുമ്പോ അമ്മേനെ വീണ്ടും ഞങ്ങളെ വിളിക്കട്ടോ. എന്നാണ് മിണ്ടിയുടെ ഇനി വരുമ്പോ ഞങ്ങൾ പോകും. എത്രയും പെട്ടെന്ന് അമ്മയുടെ അസുഖമൊക്കെ മാറാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. പ്രാർത്ഥന ഉണ്ടാവും. ഈ വടിയൊക്കെ ഈ കോലൊക്കെ എടുത്ത് ഏറ് കൊടുത്തിട്ട് നടക്കാനുള്ള രീതിയിൽ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ കണ്ടും പോയി കാലും പോകുമല്ലോ. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എത്ര കിട്ടുന്നുണ്ട്? 65 രൂപ കിട്ടും. അല്ല, 1500 മാസം അല്ലേ? എപ്പോ ഒരു മാസം എത്ര രൂപയുടെ മരുന്ന് വേണം അമ്മേ? 1000 രൂപയുടെ മരുന്നൊക്കെയാ ഒരു പ്രാവശ്യം കുറിച്ച് തരുന്നത്. ഒരു പ്രാവശ്യം? ഒരു മാസത്തിന് എത്ര രൂപയാവും? ഒരു മാസത്തിന് മരുന്നാ. ഒരു 3-4 ഗുളിക കാണും വെച്ച് തരവേ. അതെയോ? പലയിലും ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടോ? ഇതൊക്കെ ഉണ്ട്. ഉണ്ടോ? അതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്നുണ്ട്. ഇങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞൊരു 10,000 രൂപയെങ്കിലും മാസം പെൻഷൻ കൊടുക്കണം അല്ലേ അമ്മേ? ഒരു 10,000 രൂപയെങ്കിലും കിട്ടി. അമ്മയ്ക്ക് എന്നായിരുന്നു നേരത്തെ പണി? എനിക്ക് പലയിൽ വാർക്കപ്പടിയായിരുന്നു. അതെയോ? ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. വീണത് വല്ലതും ആണോ? വീഴുകയും ചെയ്തു. കാല് ഒരു തളർച്ച പോലെയാണ് വന്നത്. അതന്നെ. അപ്പോൾ ആശുപത്രി പരിയായിട്ടാണ് പോയത്. 40 ദിവസം കഴിയുമ്പോൾ കാല് തളർന്ന് പോവുക, കിടത്തി നിൽക്കത്തില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി ചുമ്മാ കഷ്ടപ്പെട്ട് ഈ ഇതുകൊണ്ട് കാശുണ്ടായിരുന്നല്ലോ, ഇൻഷുർ കാർഡ്. അവിടെ 10,000 രൂപ ഒരു പരിശോധനയ്ക്കായി. അങ്ങനെ ആ കാശും തീർന്നു. കടവല്ലൊക്കെ ഉണ്ടോ? ഇപ്പൊ എല്ലാം കടത്തിലാണ്. പണി ഒറ്റത്തിന് പണി. ഇങ്ങനെയുള്ള അമ്മമാരെയൊക്കെ നമ്മൾ കരുതണം. ഇങ്ങനെയുള്ള അമ്മമാരുടെ അവസ്ഥകളൊക്കെ വളരെ മോശമാണ്. പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ആണെങ്കിലും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അങ്ങ് ചെയ്തു കൊടുക്കാതെ. കാരണം നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. വീഡിയോ എടുത്ത് നമ്മുടെ ഭാഗങ്ങളെ ന്യായീകരിച്ച് പോകാനായിട്ടല്ല ഹാർഡ് ഫാമർ ചാനൽ ഈ ഫീൽഡിൽ കൂടെ പോകുന്നത്. നാട്ടിലെ ആൾക്കാർ വിഷമങ്ങളോടെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ബേസിലായിട്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് വലിയ കുറ്റവും കുറവാകും. ഇതൊക്കെ ഗ്രാമസഭയിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് അതൊക്കെ പരിഗണന കൊള്ളിച്ച് വേണ്ട കാര്യങ്ങൾ ഇവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഈ 10,000, 1000 എത്ര 1200 രൂപയോ 1500 രൂപ കൊണ്ടൊന്നും ആയില്ല. കുറഞ്ഞത് ഒരു 5000 രൂപ 10,000 രൂപ 5000 രൂപ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പെൻഷൻ കൊടുക്കുക. ഒരു 500 രൂപയോ 1000 രൂപ കൊണ്ടൊക്കെ ഒരു ഫീൽഡ് വില അമ്മേ. ഒരു 500 രൂപ കൊണ്ട് ഒരു ബേക്കറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല അല്ലേ? എന്തെങ്കിലും ഉണ്ടോ അമ്മേ? ഒരു ബേക്കറി സാധനം മേടിക്കാനുണ്ടോ? 500 രൂപയ്ക്കൊക്കെ 50 രൂപയുടെ മൂല്യമായിപ്പോയി. പ്രിയരെ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എന്താണ് ജിസ്മോക്ക് നീതി കിട്ടണം അല്ലേ അമ്മേ? എന്താണേലും അമ്മേ, എന്താണേലും നല്ലൊരു വാർത്ത നമുക്ക് അറിയാനായിട്ട് ഇടവരും. അവനെ എന്താണേലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണമല്ലോ. ചെയ്യണം. നോക്കേ അമ്മേ, ടാറ്റ.